അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെറൈറ്റി അടപ്രഥമയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്നും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീട്ടിലുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ അട ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പൊടി എടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ അരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് അളന്നെടുക്കണത്. അരച്ചെടുക്കണത് കാണിച്ചിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സാധാ നോർമൽ വെള്ളം തന്നെ എടുത്തിട്ടുള്ളത്, ചുടുവെള്ളമൊന്നുമല്ല എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണം അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ പൊടി കുഴച്ചെടുക്കാൻ മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് വെള്ളം. 3 കപ്പാണല്ലേ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ആവശ്യം വന്നത്. അത് ഓരോന്നും ഓരോ പൊടിക്കനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ നന്നായി ഇനി സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോവരുത് ഒരിക്കലും. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ കാണിക്കണത്. ഇങ്ങനെ ചെറിയതാക്കിയാണ്ട് ബോളാക്കി എടുത്താലും മതി. ഞാൻ ഒന്നായിട്ട് ഉരുളയാക്കിയിട്ടും കാണിക്കുന്നുണ്ട്. അട കട്ട് ചെയ്യണ രീതി കാണിച്ചു തരാം. ഇത് ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും ചെറുതാക്കുകയാണ് വേണ്ടിയത്. ഇത് കുറച്ച് വലിപ്പേറി. ഇത്ര വലിപ്പം വേണ്ടിയിരുന്നില്ല. വേകുമ്പോൾ ഒന്നുകൂടി വലിയതാവും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഡയമണ്ടിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഈ വീഡിയോ കാണുന്നതിൻ്റെ അടിയിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിച്ചാൽ മതി. ശർക്കര വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിന് പകരം കൽക്കണ്ടം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത്. ഇത് ഒട്ടിപ്പിടിക്കണം, കാണുമ്പോൾ ഒട്ടിപ്പിടിക്കും തോന്നും. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതിൽ നമ്മൾ മാവിലിട്ട് ഇതാക്കുമ്പോൾ ഒക്കെ ഓരോന്നായിട്ട് വിട്ട് വരും. ഞാൻ അടുത്തത് ശർക്കര പാനിക്ക് വെള്ളം വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്നൊക്കെ കാണിച്ചു തരാം. 2ാം പാലാണിത്, 1ാം പാലാണിത്. 2ാം പാല് 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. 1ാം പാലിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. പിന്നെ അണ്ടി, മുന്തിരി, കുറച്ച് നാളികേരം, ശർക്കര ഞാൻ ഉരുക്കാൻ വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര നന്നായി മെൽറ്റായതിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കാണിക്കുന്നുണ്ട്. ചുക്ക് ചെറിയൊരു പീസ്, 5 ഏലക്കായ, നല്ല ജീരകം 1/4 ടീസ്പൂണും. അത് നന്നായി വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഒരു മണ്ണിൻ്റെ ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയം കൊണ്ട് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയും കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ചിലവർക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. അവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. പറ്റാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇപ്പം അണ്ടിയും മുന്തിരിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവരുത് ഒരിക്കലും. ഇനി ഇത് കോരി മാറ്റാം. ഇത് ഫുള്ളായിട്ട് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലത്തെ നെയ്യ് അതിൽ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. ആ നെയ്യിലേക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ ഒഴിക്കണില്ല. ഇപ്പോൾ ഒരു 1/2 കപ്പുള്ളൂ ഒഴിക്കണത്. നാളികേരത്തേക്കും അടിക്കൊക്കെ ശർക്കര പിടിക്കാനും വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ അട ഇട്ട് കൊടുക്കാം. നാളികേരത്തേക്കും അടിക്കൊക്കെ മധുരം പിടിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ശർക്കര പാനിൽ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കട്ടയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോന്നായിട്ട് തന്നെ കിട്ടും.
ഇതിലേക്ക് ഫുള്ളായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ഈ ശർക്കര പാനിയിൽ ഈ അടകൾ നന്നായി വെന്ത് കിട്ടണം. അപ്പം നന്നായി മധുരം ഇതിലേക്ക് പിടിക്കും. ചുക്ക്, ഏലക്കായ, നല്ല ജീരകം, പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടാണ് ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാര മധുരം ബാലൻസ് ചെയ്യാനും നല്ലതാണ്. ശർക്കര ഇടുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അട പകുതി വേവായതിൻ്റെ സമയത്ത് ഞാൻ നാളികേരം 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി പകുതി വേവ് ഈ നാളികേരപ്പാൽ കൂടി ചേർന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് ഒന്നുകൂടി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടി കലക്കി പാരുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറുകി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഗോതമ്പ് പൊടി തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, അരിപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇപ്പം ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി വേണ്ടിയവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇത് ഈ പൊടിയും അടകളൊക്കെ നന്നായി വെന്ത് വരണം. അതുവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് 1-ാം പാല് ചേർത്ത് കൊടുത്താൽ മതി. 1-ാം പാലിൽ ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് വെന്തതിന് ശേഷം ഞാൻ 1-ാം പാല് ചേർത്ത് കൊടുത്തു. ഇനി ഇത് അധികം തിളക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വാങ്ങി വെച്ചാൽ കൂടി തിളക്കും. അപ്പം ഇനി ഇത് വാങ്ങി വെക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ തള വരുന്നത്. ഞാൻ പാർന്നേക്ക് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കണം. ഇതൊരു 20 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ഇത് ഈ മൺകലം വലിയതായതുകൊണ്ട് കൂടുതലായിട്ട് അറിയില്ല. അരച്ചട്ടി ഇതിൽ ഉള്ളൂ. ഇതിൽ നല്ല വലിയ ചട്ടി ആയതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഫുള്ളായിട്ട് കൂട്ടിട്ട് കൊടുക്കാം. ഏലക്കൻ്റെയും ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയൊക്കെ വാസന എന്താ പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പുറത്തെ വീട്ടിലേക്ക് വരെ പോവും. അത്രക്കും നല്ല സ്മെല്ലാണ്. ഇനി വറുത്ത് കോരി വെച്ച അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല. കുറച്ച് ഞാൻ ഡെക്കറേഷനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അത്രക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയെടുക്കണ പോലെയാണ് ഈ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അത് വിരുന്നുകാരൊക്കെ ഉള്ള ടൈമിന് നമുക്ക് കുറച്ച് അങ്ങനെ മാറ്റി വെച്ചാൽ അവർക്ക് കൊടുക്കണ സമയത്തൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിക്കാരം. കാണാനും നല്ല ഭംഗിയായിക്കാരം. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.